warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulil amin wa ala alihi wa ashabihi ajma'in. Amma ba'd. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. من أخطاء الأزواج എന്ന റിസാലയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ നിന്ന് എന്നുള്ളത്. അതിനു മുമ്പ് കഴിഞ്ഞ ദർസില് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു നാഖിസാതി അഖ്ലിൻ വദീനിൻ, അതായത് സ്ത്രീകൾക്ക് ദീനും ബുദ്ധിയും കുറവാണ് എന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ ദർസിൽ ഞാൻ പകുതിയാണ് എന്ന് ഒന്ന് രണ്ട് സമയത്ത് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് പകുതി എന്നല്ല, കുറവ് എന്നുള്ളതാണ്. എന്തോ ഒരു അപ്പൊ തെറ്റിയതാണ്. അപ്പൊ അത് കുറവ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഇനി നമ്മള് എട്ടാമത്തെ 7 എണ്ണം പറഞ്ഞു. എട്ടാമത്തെയാണ് പറയുന്നത് ഖില്ലത്തുൽ ഹിർസി അലാ തഅലീമി സൗജതി അംറ ദീനിഹാ. ഭാര്യയെ ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഭർത്താവിന് താല്പര്യം കുറയുക എന്നുള്ളത്. ചില ഭർത്താക്കന്മാർ ഭാര്യയെ ദീൻ വിഷയം പഠിപ്പിക്കുന്നിടത്ത് വളരെ പിന്നിലായിരിക്കും. എന്നാൽ ആ വ്യക്തി രംഗത്തും അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളും മുഴുകുന്ന ആളാണെങ്കിൽ കൂടി ഭാര്യയെ ദീൻ പഠിപ്പിക്കുന്നിടത്ത് ഒരു ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അത് വലിയ അപകടത്തിലേക്കാണ് പിന്നീട് നയിക്കുക. കാരണം ഒരു സ്ത്രീ ദീനീ വിഷയത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ, ദീനിയായിട്ടുള്ള അദബുകളും കാര്യങ്ങളും പഠിച്ചിട്ടില്ല എങ്കിൽ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ, ഭർത്താവിനോടുള്ള ഹക്കുകൾ, അതുപോലെ തന്നെ മക്കളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തണമെന്നുള്ളത്, അങ്ങനെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു, നിർബന്ധമാണ്, ഒരു ഭർത്താവിന്റെ മേലെ നിർബന്ധമാണ് പിന്നെ ഏതുപോലെ അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ അവളെ ദീനീ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം നാം പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഭാര്യയെ ദീനി വിഷയങ്ങൾ മൊത്തമായിട്ടും, അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുലും അതുപോലെ തന്നെ മലായിക്കത്തുകളിലും കിതാബുകൾ റുസുലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുമ്പോൾ ഖൽബിയായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്, ഖൗഫ്, റജാ, അതുപോലെ അള്ളാഹുവിൽ തവക്കുല്, അതുപോലുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ ത്വഹാറത്തിന്റെ ഹുക്മുകൾ, ജനാബത്തിന്റെയും അതുപോലെ തന്നെ ഹൈള്, അതുപോലെയുള്ള വിഷയങ്ങൾ. അതുപോലെ അഹ്കാമുൽ ഇബാദാത്ത്, നമസ്കാരത്തിന്റെ, അതുപോലെ തന്നെ നവാഫിലായ ഇബാദാത്തുകൾ, അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഭർത്താവിനോടുള്ള കടമകൾ, സൽസ്വഭാവങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, മോശമായ സ്വഭാവങ്ങളിൽ നിന്നുള്ള ആ വിഷയങ്ങൾ, അതായത് പിന്നെ മോശമായ അസൂയ, ഗീബത്ത്, നമീമത്ത്, ശബ്ദമുറക്കെ സംസാരിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭർത്താക്കന്മാര് സാധാരണ ഇത് പഠിപ്പിക്കപ്പോഴേ ഭാര്യ ഉറക്കെ സംസാരിക്കുമ്പോ, ശബ്ദത്തിൽ സംസാരിക്കുമ്പോ ദേഷ്യപ്പെട്ടിട്ടാ പറയാ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. നല്ല സമയത്ത് അവർക്ക് ദീനി അദബ് എന്നുള്ള നിലക്ക് തന്നെ ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ പഠിക്കാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അതിനുള്ള സൗദി ഉലമാക്കളുടെ ദർസുകളും അതുപോലെ ക്ലാസുകളും കേൾക്കാൻ സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് ഇതിന്റെ തഫ്സീർ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നു, തഅമുറുഹും ബിതഅത്തില്ലാഹി വതൻഹാഹും അൻ മഅസിയത്തില്ലാഹി വഅൻ തഖൂമ അലൈഹിം ബിഅംരില്ലാഹ്. അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിനെ അനുസരിക്കാൻ അവരോട് കൽപ്പിക്കണം. അതുപോലെ തന്നെ അള്ളാഹു തആല ധിക്കരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിരോധിക്കണം. അതിനുവേണ്ടി അവരെ സഹായിക്കണം, അവരോടൊപ്പം നിൽക്കണം. ഇനി അവരെന്തെങ്കിലും ആ രീതിയിൽ തെറ്റുകൾ കണ്ടാൽ, അള്ളാഹുവിന് പാപം ചെയ്യുന്ന രീതിയിൽ തെറ്റുകൾ കണ്ടാൽ അവരെ അതിൽ നിന്ന് അകറ്റണം, ഒഴിവാക്കണം.
അതിന് ഭർത്താക്കന്മാർ അവരുടെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് തന്നെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷേഖ് പറയുന്ന വിഷയം, ഈ വിഷയത്തിൽ, അതായത് ഭാര്യയെ ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ അധികം വലിയൊരു അസർ ഭാര്യയുടെ മേലെ ഉണ്ടാക്കുന്ന വിഷയം ഏതാണെന്ന് വെച്ചാൽ ഭർത്താവിന് ദീനിനോടുള്ള ഹക്കവും പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഭർത്താവിന് പഠിപ്പിച്ചു കൊടുക്കുക, വേറെ ക്ലാസ്സിന് കൊണ്ടുപോയി ഇരുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. പക്ഷേ ഏതൊരു ഭാര്യയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കുക എന്നുള്ളത് അവളുടെ ഭർത്താവ് ദീനോട് എത്ര കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളതായിരിക്കും. ആ ഭാര്യയ്ക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു ഭർത്താവിനെ അറിയാം, അവന്റെ രഹസ്യ ജീവിതം, അവന്റെ പെരുമാറ്റങ്ങളുടെ യാഥാർത്ഥ്യം. പുറത്ത് എങ്ങനെ അഭിനയിച്ചാലും ഭാര്യയ്ക്ക് വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലാവും അവന് ദീനിനോട് എത്രത്തോളം സിദ്ഖുണ്ട്, അള്ളാഹുവിനോട് എത്രത്തോളം സിദ്ഖുണ്ട്. ഇത് ഭാര്യയുടെ ജീവിതത്തിൽ കണ്ടിരിക്കും. പല കുടുംബങ്ങളിലും പല ദീനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്ന യുവാക്കളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യമാർ ദീനിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതൃകയാകണം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എങ്ങനെ ദീന് ഇതാക്കുന്നുണ്ട് എന്നുള്ളത്. അതേ സമയത്ത് ഭർത്താവിന് ഇതില്ല എങ്കിലോ, ദീനിയായിട്ടുള്ള ഹക്ക് വീട്ടുന്നതിലും ഭർത്താവിന് അലസതയും ഭർത്താവ് നാവുകൊണ്ട് പറയുന്ന അവസ്ഥയും മാത്രമാണെങ്കിലോ ഭാര്യയ്ക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതത്രത്തോടെ ഭാര്യയിൽ പ്രതിഫലിക്കുകയുള്ളൂ. എത്ര സ്ത്രീകൾ, ഷേഖ് പറയാം, എത്ര സ്ത്രീകൾ നല്ല അദബോട് കൂടിയിട്ടും നല്ല രീതിയിലും ഉപ്പാന്റെ അടുത്ത് നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഭർത്താവിന്റെ ഈ ചിന്തയും ജഹലും കൊണ്ട് അവരുടെ ദീനിയായിട്ടുള്ള ബോധവും അദബുകളും എല്ലാം ചോർന്നു പോകുന്ന അവസ്ഥകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഭാര്യയുടെ മേലെ ദീന് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് എന്നതുപോലെ തന്നെയാണ് നല്ലൊരു മാതൃക നാം ആവുക എന്നുള്ളത്. വല്ലാഹി അത് വലിയൊരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഭാര്യമാരെ ഉണ്ടാക്കും. അവരുടെ ജീവിതത്തിൽ അവരത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഭാര്യമാരെ ദീനി വിഷയങ്ങൾ പഠിപ്പിക്കാതിരിക്കുക, അതിൽ വരുന്ന ഒരു അലസത ഭർത്താക്കന്മാർ വലിയൊരു അബദ്ധമാണ്. അടുത്ത 9ാമത്തെ ആയിട്ട് പറയുന്നത് അത്തഖ്തീറു അല സൗജത്തി, ഭാര്യയുടെ മേലെ ചിലവിന് കൊടുക്കാതെ, അവരുടെ ആവശ്യത്തിനുള്ള രീതിയിൽ ചിലവിന് കൊടുക്കാതെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത്. ഒരുപാട് ഭർത്താക്കന്മാർക്ക് ഇന്ന് എന്തോ അവരുടെ അറിവുകേട് മൂലമോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അവർക്കത് മനസ്സിലാക്കുന്നില്ല. കുറേ ആളുകൾ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. അതായത് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള, മാന്യമായ രീതിയിലുള്ള ചിലവുകൾ, അത് ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, താമസത്തിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാനമായ കാര്യങ്ങളിൽ മാന്യമായ രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ മേലെ നിർബന്ധമാണ്. ചില ആളുകൾ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കും. അവർ വളരെ പിശുക്കന്മാരായിട്ട്, അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കാതെ, ഭാര്യമാർക്ക് വേറെ എവിടെ നിന്ന് ലഭിക്കാനാണ്? ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണത് ഒരു കൊടുക്കുക എന്നുള്ളത്. ഖുർആന് കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും അത് വാജിബാണെന്ന് ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ എല്ലാം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയുൻഫിഖ് ദു സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫല്യുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. അതായത് ഒരുത്തന് അവന് വിശാലമായിട്ട് അല്ലാഹു തആല റിസ്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഒരുത്തന് ഞെരുക്കത്തിലാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ആ രീതിയിൽ, അതിന്റെ അവസ്ഥയിൽ അവൻ ഭാര്യമാർക്ക് മേലെ ചെലവ് കഴിക്കട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ ഖദ് അലിംനാ മാ ഫറദനാ അലൈഹിം ഫി അസ്വാജിഹിം വമാ മലക്കത് അയ്മാനുഹും, അവരുടെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യമാരുടെ മേലെ മനസ്സിലാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബയിൽ, ഹജ്ജത്തുൽ വിദായിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഈ വിഷയത്തിൽ. ഇത്തഖുല്ലാഹ് ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹുന്ന അവാനുൻ, അവർ നിങ്ങളുടെ അടുക്കൽ ഒരു ബന്ധിതരാണ്, അവർ ബന്ധിതരാണ്. ഇൻദകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, നിങ്ങൾ അവരെ എടുത്തിട്ടുള്ളത് അല്ലാഹുവിന്റെ അമാനത്തിലാണ്. വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്തിന്റെ മേലെയാണ് അവരുടെ ഗുഹ്യസ്ഥാനം നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളത്. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളിൽ നിന്ന് മാന്യമായ നിലക്കുള്ള ഭക്ഷണവും അതുപോലത്തെ റിസ്ഖ്, ഉപജീവന മാർഗവും ഭക്ഷണവും നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്, അത് നൽകേണ്ടതുണ്ട് എന്നുള്ളത്. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായ നിലയിൽ
ചെലവഴിക്കുക. നാം പറഞ്ഞല്ലോ അത് നിർബന്ധമാണ്. ഉലമാക്കൾ ആ വിഷയത്തിൽ അത് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഈ ചെലവഴിക്കുക എന്നുള്ളത് ധാരാളമായിട്ട് ചില സ്ത്രീകളുടെ അവസ്ഥ ഇൻഷാ അല്ലാഹ് നമ്മൾ മിൻ അഖ്താഇൽ സൗജാത്ത് എന്നുള്ള വിഷയത്തിൽ പറയും, ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ സംസാരിക്കും. ഭർത്താവിന്റെ വരുമാനത്തേക്കാൾ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ അതല്ല നാം ഉദ്ദേശിക്കുന്നത്. അതായത് ദുർവ്യയവുമില്ലാതെ ഒരു പിശുക്കുമില്ലാതെ അതിന്റെ മധ്യമമായ നിലയിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. സഹോദരങ്ങളെ, വലിയ സ്വതക്ക, നമുക്ക് ഏറ്റവും പ്രതിഫലം നേടിത്തരാൻ പറ്റുന്ന സ്വതക്ക എന്നുള്ളത് കുടുംബത്തിനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ വദീനാറിൻ തസദ്ദഖത ബിഹി അലാ മിസ്കീനിൻ. അങ്ങനെ ഓരോ ആളുകൾക്ക്, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് അടിമമോചനത്തിന് അതുപോലെ ഓരോന്നിലും ചെലവഴിച്ച ദീനാറിനേക്കാൾ അഅ്ബമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ്. അതിനേക്കാൾ പ്രതിഫലം, ഈ പറഞ്ഞതിനേക്കാൾ മഹത്തരമായ പ്രതിഫലം നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നീ ചെലവഴിക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ നിന്റെ സ്വന്തത്ത്, പിന്നെ നിന്റെ അടുത്ത നിന്റെ കുടുംബത്തിന്, പിന്നെ നിന്റെ അടുത്ത ആളുകൾക്ക്, അങ്ങനെ 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 അങ്ങനെയാണ് നീ ചെലവഴിക്കേണ്ടത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇനി ചില ആളുകൾ വല്ലാതെ പിശുക്കന്മാരായിട്ട് തീരെ ചെലവഴിക്കാത്ത ആളുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാര്യമാർക്കും മക്കൾക്കും ആവശ്യമായ നിലയ്ക്ക് മാന്യമായത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്നെ എടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത് നമുക്ക് കാണാം. ഹിന്ദ് റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന ഹിന്ദൻ ഖാലത് യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹുൻ ലാ യുഅതീനി മിൻ നഫഖതി മാ യക്ഫീനി വയക്ഫി ബനിയ ഇല്ലാ മാ അഖദ്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി ഫഹൽ അലയ്യ ഫീ ദാലിക മിൻ ജുനാഹ്. അതായത് അബൂ സുഫിയാൻ പിശുക്കനാണ്, എനിക്കും മക്കൾക്കും എന്റെ മക്കൾക്കും ആവശ്യമായ നഫഖത്ത് ചെലവഴിക്കാൻ അദ്ദേഹം തരുന്നില്ല. അപ്പൊ അദ്ദേഹം അറിയാതെ ഞാൻ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് എടുക്കാറുണ്ട്. ഇതെനിക്ക് അനുവദനീയമാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫ് മാ യക്ഫീകി വയക്ഫി ബനീക്. അവന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് എടുക്കാം, നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമായത്. കുറെ എടുക്കാനല്ല, ഭർത്താവ് തരുന്നില്ല എന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ അനുവദിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി വരുമാനമുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ, ചില ഭാര്യമാർക്ക് വരുമാനമുണ്ടാകും. ആ വരുമാനമുള്ള ഭാര്യമാരുടെ വിഷയത്തിൽ ഉലമാക്കൾ മൊത്തത്തിൽ ചെലവഴിക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ആധുനികരായ ചില പണ്ഡിതന്മാർ ആ സമയത്ത് നിർബന്ധമാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു അഭിപ്രായം എന്നുള്ളതൊക്കെ പറയാണ്, മൊത്തത്തിൽ നിർബന്ധം തന്നെയാണ് ആ ഭാര്യയുടെ മേലെയും ചെലവഴിക്കുക എന്നുള്ളത്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് ചെലവിന് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, പക്ഷേ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കാത്തൊരു വിഷയമായിരിക്കും. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിന് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ വസ്ത്രമോ അല്ലെങ്കിൽ ചെറിയ കാര്യമോ, ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് വിചാരിക്കും ഓൾക്ക് വാങ്ങാനുള്ളത് ഓൾറെഡി ക്യാഷ് ഉണ്ട്, അപ്പൊ ഞാൻ വാങ്ങിക്കൊടുക്കണ്ട. പക്ഷെ ഭാര്യമാര് പൊതുവെ വിചാരിക്കുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഭർത്താവ് എനിക്ക് ഇതുവരെ ഒരു കർച്ചീഫ് പോലും വാങ്ങി തന്നിട്ടില്ല. അതായത് ഭർത്താവിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് അതിലും വലിയ സന്തോഷം വേറെ ഉണ്ടാവൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭാര്യമാര് ഹലാലായ ജോലികളിൽ അവര് പഠിപ്പിക്കുന്നതിൽ, അതുപോലെ മറ്റു പല ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യാൻ അനുവദിക്കാം. ആ സമയത്ത് അവർക്ക് കിട്ടുന്ന വരുമാനമുണ്ടെങ്കിൽ കൂടി നമ്മൾ അവരുടെ മേലെ അവരുടെ മാന്യമായ നിലക്കളെ ചെലവഴിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഇതുപോലുള്ള ഹദിയകളും സമ്മാനങ്ങളും നൽകുക എന്നുള്ളത് അവർക്ക് വളരെയധികം സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാരണമാകും. പത്താമത്തെ വിഷയം, മുഫാജഅത്തു സൗജതി ബഅദ തൂലിൽ ഗിയാബ്. ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം, അതായത് ഒരു യാത്ര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോയി അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാര്യയെ അറിയിക്കാതെ പെട്ടെന്ന് ഭാര്യയുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ വിഷയത്തിൽ ചില ആളുകൾ സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്
ദുബായിൽ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന അവസ്ഥ. ചില ആധുനികരായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മുസ്ലിങ്ങളിൽ വരെ, കുറച്ച് ദീനി പോലുള്ള ആളുകളിൽ വരെ ചില സമയത്ത് അതങ്ങനെ ചെയ്താൽ ഒരു സർപ്രൈസ്, ഒരു സന്തോഷമുള്ള കാര്യം ആ നിലക്ക് ചെയ്യാറുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന് നേരെ എതിരാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു അൻ ജാബിർ റളിയല്ലാഹു അൻഹു പറയും, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗുസ്വത്തിൻ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ പോയിരുന്നു. ഫലമ്മ ഖദിംനൽ മദീനത ദഹബ്നാ ലിനദ്ഖുലഹ, ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോകാൻ നിന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഹിലു പറഞ്ഞു, അംഹിലു ലാ തദ്ഖുലൂ ലൈല യഅനി ഇശാൻ ഹത്താ തംതശിത ശഅഫ വതസ്തഹിദ്ദൽ മുഗീബതു, അതായത് നിങ്ങൾ രാത്രി എത്തിയപ്പോ നിങ്ങൾ ഇപ്പൊ പോകണ്ട, ഇപ്പൊ നിങ്ങൾ ഭാര്യമാരുടെ അടുത്തേക്ക് പോകണ്ട, അവരെ അറിയിച്ച് അവർക്ക് സമയം കൊടുക്കും, അവരുടെ മുടി ചീകി ഒതുക്കാനും അവരുടെ ഗുഹ്യസ്ഥാനത്തെ രോമങ്ങൾ പറിച്ചു കളയാനുമുള്ള സമയം കൊടുക്കുക. അതായത് അവർക്കൊന്ന് ഒരുങ്ങാൻ. ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും ദൂരയാത്ര കഴിഞ്ഞ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് എത്തുമ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരുപാട് കാലത്തൊരു യാത്രയ്ക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ അപ്പൊ പെട്ടെന്നുള്ള വരവിൽ ഭാര്യയുടെ അവസ്ഥ ജോലി തിരക്കിലാവാം, അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഭർത്താവിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കില്ല അവർ, അതിനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. അപ്പൊ നമ്മൾ മുൻകൂട്ടി അറിയിച്ചിട്ട് ചെന്നാൽ അത് ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഈ ഹദീസ് എന്നുള്ളത്. ഈ ഒരു ഹദീസ് പലപ്പോഴും ജീവിതത്തിൽ അനുഭവം കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ വിഷയം, സ്ത്രീകൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ അതിനുള്ള സമയവും അവർക്ക് ഒരുങ്ങാനുള്ള സമയം കൊടുക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കും. നമ്മൾ യാത്ര കഴിഞ്ഞ് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഭാര്യ അറിഞ്ഞിട്ടില്ല, ഭാര്യ വല്ല അടുക്കളത്തെ പണിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷത്തിലും ഒരു പുരുഷൻ എന്ന നിലക്ക് വളരെയധികം വിഷമായിരിക്കും. ഭാര്യ മാനസികമായിട്ട് തയ്യാറല്ലെങ്കിൽ അല്ലാന്ന് കൂടി ആയാൽ ആ പുരുഷന് ദേഷ്യം വരാൻ, മാനസികമായ ഒരു സമ്മർദ്ദത്തിലാവാൻ വേറൊന്നും വേണ്ടി വരൂല. വളരെ വലിയൊരു വിഷയമാണത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ദൂരയാത്ര കഴിഞ്ഞിട്ട് ദിവസം പോകുന്ന യാത്രകളല്ല ഈ പറയുന്നത്. ദിവസം പോകുന്ന ഇന്നത്തെ കാലത്ത് സൗകര്യം കൂടുതലാണ്, നമുക്ക് ഫോൺ വിളിച്ച് പറയാവുന്ന ഒരു വിഷയമുള്ളൂ, പണ്ടത്തെ പോലെയല്ല. അപ്പോ വളരെ ദൂരയാത്ര ഈ കാര്യം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇദാ അത്വാല അഹദുകുമുൽ ഗൈബ ഫലാ യത്റുഖ് അഹ്ലഹു ലൈല, നിങ്ങൾ ഒരു ഇതുപോലെ രാത്രി ദൂരെ കാലം ഗ്യാപ്പിട്ട് വന്ന രാത്രി വീട്ടിലേക്ക് ചെല്ലരുത് എന്നുള്ളത്. അപ്പോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് സാധാരണയുള്ള യാത്രകളെ പറ്റിയല്ല, വളരെ ദൈർഘ്യമേറിയ ഒരു വിഷയത്തെയാണ് പറയുന്നത്. ഇതിന് 11ാമത്തെ വിഷയം, 10ാമത്തെ കഴിഞ്ഞു. 11ാമത്തെ കസറത്തു ലൗമി സൗജതി വൻതിഖാദിഹാ, ഭാര്യയെ ധാരാളമായി ആക്ഷേപിക്കലും അതുപോലെ പരിഹസിക്കലും ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഭാര്യയെ ധാരാളമായി ആക്ഷേപിക്കലും പരിഹസിക്കലും എന്നുള്ളത്. ചില ഭർത്താക്കന്മാർ ചെറുതോ വലുതോ ആവട്ടെ എന്ത് വിഷയത്തിലും ഭാര്യയെ ആക്ഷേപിച്ചും പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അതൊരു പക്ഷേ ഭാര്യക്ക് അവളുടെ കഴിവിൽപ്പെട്ട കാര്യമേ ആവില്ല. ചില കുടുംബത്തിൽ ഭർത്താക്കന്മാര് ഭാര്യ ചിലപ്പോ ഗർഭിണി ആയിട്ടുണ്ടാവൂല, ഗർഭം ധരിച്ചിട്ട് ആയിട്ടുണ്ടാവില്ല, അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. ഭർത്താക്കന്മാര് കുട്ടി ഉണ്ടാവുന്നില്ല. ചില കുടുംബത്തിൽ ആൺകുട്ടികൾ മാത്രമാണ് ഭാര്യക്ക് ഉണ്ടാവുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ, അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ, ഇതിനൊക്കെ ചെന്ന് കയറുന്നത് ആരുടെ മേലായിരിക്കും? ഭാര്യയുടെ മേലായിരിക്കും. ഭാര്യക്ക് ആ വിഷയത്തിൽ ഒന്നും ചെയ്യാണ്ടാവൂല. അതുപോലെ ചില ആളുകൾ ഭാര്യയുടെ ശാരീരികമായിട്ടുള്ള ദുർബലതകൾ ഉണ്ടാവും, കുറവുകളുണ്ടാവും, അള്ളാഹു തആല സൃഷ്ടിച്ചത് അങ്ങനെ രീതിയിലായിരിക്കും. അതിന്റെ പേരിൽ ഭാര്യയെ പരിഹസിക്കുന്ന അവസ്ഥ, അങ്ങനെ പലതും. ബുദ്ധിയുള്ളവർക്ക് യോജിച്ച ഒരു കാര്യമേ അല്ല അത്. ബുദ്ധിയും മാന്യനുമായ ആളുകൾക്ക് യോജിക്കുന്ന വിഷയമേ അല്ല ഭാര്യയെ ഇങ്ങനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും. ഒരു ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത് അവൻ അതിനൊരു ഉദ്റ് കണ്ടെത്തണം. എന്തെങ്കിലും വിഷയത്തിൽ അതിന്റെ ന്യായമായ കാരണങ്ങൾ കണ്ടെത്തണം. ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകാനും അത് ശ്രദ്ധിക്കാനും അവൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഭാര്യമാർ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആവണമെന്നുള്ളത് നടക്കില്ല. അവര് വളർന്ന ഒരു രീതിയും അവരുടെ സ്വഭാവവും അവരുടെ പ്രത്യേകത അവർക്കുണ്ടാവും.
അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുക, അതേ നമുക്ക് പറ്റുള്ളൂ. എന്നിട്ട് അവരുടെ കുറവുകൾ നല്ല രീതിയിൽ മാറ്റാൻ നമ്മൾ തയ്യാറെടുക്കുക. ചില പ്രത്യേകിച്ച് ചെറുപ്പക്കാര് അവർ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ മനസ്സിൽ, നാം തുടക്കത്തിൽ പറഞ്ഞത്, അവരുടെ മനസ്സിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് അവര് ഇതുപോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടും അതുപോലെ മറ്റ് ചരിത്രങ്ങൾ വായിച്ചിട്ടും സ്വഹാബി വനിതകളുടെയും അങ്ങനത്തെ ഒരു ഈമാനികമായ അവസ്ഥയിലും അങ്ങനത്തെ ഒരു ബോധത്തിലും അല്ലെങ്കിൽ മറ്റു രീതിയിലോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പൊതുവെ ലഭിക്കുന്ന ഇൽമുകളിൽ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ അവർ വിചാരിക്കുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കണം ഭാര്യ എന്ന് അവർ വിചാരിക്കുക. വല്ലാഹി ഒരിക്കലും അങ്ങനെ ആവൂല, ഒരിക്കലും അങ്ങനെ ആവൂല. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ അവളൊരു സൃഷ്ടിയാണ്, അവൾ വേറെ മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് അവളുടേതായ കുറവുകൾ ഉണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കുറവുകൾ അവള് അംഗീകരിക്കണില്ലേ? ഏത് മനുഷ്യനാണ് പൂർണ്ണമായി ശരിയായിട്ടുള്ളത്? എല്ലാ മനുഷ്യന്മാർക്കും ന്യൂനത ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യമാരെ, പുരുഷന്മാരുടെ പ്രത്യേകിച്ച് ഇൻഷാ അള്ളാ സ്ത്രീകളുടെ വിഷയത്തിൽ ചിലവർ ചോദിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു, സ്ത്രീകളുടെ അബദ്ധങ്ങളൊന്നും പറയണില്ലേ എന്നുള്ളത്. ഇൻഷാ അള്ളാ അപ്പൊ പറയുമ്പോ അത് വേറെ വരും. ഭർത്താക്കന്മാര് നമ്മളെ ഭാര്യയെ വിവാഹം കഴിക്കുമ്പോ, പിന്നെ യുവാക്കളോടാണ് പറയുന്നത്, വിവാഹം കഴിക്കുന്നവരോട് വിവാഹം കഴിക്കുമ്പോ ആ ഭാര്യയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അത് ഇടപഴകുമ്പോഴേ മനസ്സിലാവുള്ളൂ. വിവാഹം കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവൂല. അപ്പോ ഇവൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന രീതിയിലാണ് ഇന്ന സമയത്ത് അവൾ പെരുമാറാന്ന് മനസ്സിലായാൽ അതിനനുസരിച്ച് നിൽക്കുക. അവളുടെ കുറവുകൾ ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറവുകൾ അവൾ മനസ്സിലാക്കുന്ന പോലെ അവളുടെ നമ്മളും മനസ്സിലാക്കണം. എന്നാൽ ഇതിന്റെ ഉദ്ദേശം ഭാര്യ എന്ത് ചെയ്താലും അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഭാര്യയുടെ ഭാഗത്ത് ദീനിയായിട്ടും അതുപോലെ മക്കളെ വളർത്തുന്ന വിഷയത്തിലും അല്ലെങ്കിൽ മറ്റു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ അവരെ തിരുത്തേണ്ട രീതിയിൽ തന്നെ തിരുത്തണം. നാം ഈ പറയുന്നതിന്റെ ആ വശങ്ങൾ മനസ്സിലാക്കണം. എല്ലാം അവളങ്ങനെ പറഞ്ഞ് തള്ളണം എന്നല്ല ഈ പറയുന്നത്. ദീനിന്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, വീടിനെ നോക്കുന്ന വിഷയത്തിൽ അവർക്ക് കുറവ് വന്നാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതിപ്പോ അവരെ നേരെയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഈ ഹദീസ് ഈ റിസാലയുടെ അധിക ബാബിലും അധിക ഹെഡിങ്ങിന്റെ താഴെയും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇസ്തൗസു ബിന്നിസാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഅന്ന അഅവജ മാ ഫീഹി അല്ലാഹു വളഞ്ഞ ഭാര്യയല്ലാണെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞല്ലോ. ഇതാണ് മനസ്സിലാക്കിയാല്, ഇതാണ് ജീവിതത്തിൽ പകർത്തിയാല് വലിയൊരു സമാധാനം കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ. ഈ ഹദീസിന് വലിയ സ്ഥാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിന് തന്നെ തെളിവായിട്ട് നമുക്ക് ഈ ഹദീസ് തോന്നും. ഇൻഷാ അല്ലാഹ് ഒരുപാട് നമുക്ക് ജീവിതത്തിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും, വിവാഹം കഴിക്കാത്തവർക്ക് മനസ്സിലാക്കും. അപ്പൊ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല രീതിയിലും ഈ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി ചില സമയത്ത് മനുഷ്യരാണ്, ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. അങ്ങനത്തെ സമയങ്ങളുണ്ടാവും. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാലും നമ്മൾ ചില സമയത്ത് ചില പെരുമാറ്റം വരുമ്പോ ദേഷ്യപ്പെട്ടു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞും പോകും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ അങ്ങനെ പറ്റിപ്പോയാൽ അതും വാശി പിടിച്ച് നിൽക്കല്ല വേണ്ടത്. ഭർത്താക്കന്മാർ അത് പറ്റി നമ്മൾ പറഞ്ഞു നമ്മുടെ പിടുത്തം വിട്ട് പറഞ്ഞു പോയി എങ്കിൽ അതിനൊരു ഉൾദുറ് പറയുക, ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പറ്റിയതാണ്. ചില ആളുകൾക്ക് യാത്ര കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരും. ചില പുരുഷന്മാർക്ക് ഉറക്കം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ദേഷ്യം വരും. ചില ആളുകൾക്ക് വിശന്നാ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ഓരോ അവസ്ഥകളുണ്ടാവും. അപ്പോ അത് എപ്പോഴെങ്കിലും മറ്റുപോയാൽ അതിനൊരു കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സമാധാനമാകുമ്പോൾ അതിനൊരു ഉദുറ് പറയാൻ നോക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സമ്മാനം നൽകുക അതിന് പകരം, അല്ലെങ്കിൽ നല്ല മാന്യമായ രീതിയിൽ അവരോട് ക്ഷമ പറയുക. അല്ലാതെ നമ്മൾക്ക് പറ്റിയ അബദ്ധത്തിന്റെ മേലെ പിടിച്ചു തൂങ്ങി നിൽക്കുകയല്ല വേണ്ടത്. അങ്ങനെ പറ്റിപ്പോയാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിനെ സമാധാനപ്പെടുത്തുക എന്നുള്ളത്. അടുത്ത വിഷയം 12-ാമത്തേത് ഖില്ലത്തു ശുക്രി വതശ്ജീഇ ലിസ്സൗജത്തി, ഭാര്യയോട് നന്ദി കാണിക്കുന്നതിലുള്ള കുറവും അതുപോലെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രശംസിക്കുന്നതിലുമുള്ള കുറവ്. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയെ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ ഭാര്യയെ ഒരുപാട് പരിഹസിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളുണ്ടാവും ഭാര്യയുടെ കുറവുകൾ കാണുമ്പോൾ, അവരെ കുഴപ്പങ്ങൾ കാണുമ്പോൾ. എന്നാൽ ഇതേ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യങ്ങളുണ്ട്, അവർ ചെയ്യൂല. അത് ഭാര്യ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവര് നല്ല രീതിയിൽ എന്തെങ്കിലും വീടൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, അതിഥികൾ വന്നപ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നത് ശ്രദ്ധിക്കുന്നു, അങ്ങനെ നല്ല രീതിയിൽ അടിഞ്ഞൊരുങ്ങി, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് അവരെ പ്രശംസിക്കാനോ അവര് ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയാനോ ഒരു നല്ലൊരു പുഞ്ചിരിയെങ്കിലും പുഞ്ചിരിക്കാനോ
ഭർത്താക്കന്മാർ ശ്രദ്ധിക്കൂല എന്നുള്ളത് സഹോദരങ്ങൾ വലിയ അബദ്ധമാണ്. ഒരു ഭാര്യ ഭർത്താവ് വരുമ്പോ വീടൊക്കെ ഒരുക്കി നല്ല രീതിയിലാക്കിയിട്ട് ആ ഭാര്യ പ്രതീക്ഷിക്കുന്നത് ഭർത്താവിന്റെ ഒന്ന് നന്നായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. പക്ഷെ പുരുഷന്മാരുടെ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാരുടെ എന്തെങ്കിലും ഒരു സ്ഥാനം വെച്ചോടുത്ത് കണ്ടിട്ടുണ്ടാവൂല, അതിന്റെ പേരിൽ പിന്നെ ഭാര്യനെ ചീത്ത പറയാൻ തുടങ്ങും. ആ ഭാര്യ അവിടെ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തയ്യാറാക്കിയതായിരിക്കും, അത് ഒക്കെ അതിലോട്ട് പോവും. സഹോദരങ്ങൾ, നമ്മള് ഭാര്യമാര് നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ അതിന് എന്ത് രുചിയില്ലെങ്കിലും എന്തില്ലെങ്കിലും നല്ല രീതിയിൽ കഴിച്ചു ഒന്ന് ചിരിച്ച അവർക്ക് പിന്നെ വയറ് നിറയെ വേറൊന്നും വേണ്ട. സ്ത്രീകൾ അങ്ങനെയാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ മനസ്സിലാക്കാൻ പറ്റണം. ഓരുടെ വികാരത്തെ മാനിച്ച്, അതായത് സ്ത്രീകളുടെ വികാരത്തെ മാനിച്ച് അവർക്ക് വേണ്ടി അവർ ചെയ്യുന്നതിന് ഒരു ബഹുമാനം, അതിനൊരു ഒരു പുഞ്ചിരിയെങ്കിലും അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് എന്തെങ്കിലും കൊടുക്കാനോ അവർ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കണം. ചില ഭാര്യമാര് ഭർത്താവിനോടുള്ള കടമ എന്നുള്ള നിലക്ക് അവര് പഠിച്ചിട്ടുണ്ടാവും, ഭർത്താവ് വരുമ്പോ അണിഞ്ഞൊരുങ്ങി നിൽക്കണം എന്നുള്ള നിലക്കൊക്കെ. അങ്ങനെ നല്ല രീതിയിൽ വേഷം ധരിച്ചിട്ടും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ ഭർത്താവ് ചിലപ്പോ തിരിഞ്ഞു നോക്കൂല. ഭർത്താവ് ഒന്ന് നോക്കിയിട്ട് നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാൻ അവരെ ചെയ്യണത്. പക്ഷെ ഭർത്താക്കന്മാര് തീരെ ശ്രദ്ധിക്കാത്ത അവസ്ഥ. ഇതൊക്കെ അവരുടെ ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ പ്രതിഫലിക്കപ്പെടാന്നറിയോ? നമ്മൾ പലപ്പോഴും ധരിക്കും ഒരു കാരണമില്ലാതെ ഭാര്യ ചൂടാവുന്നുണ്ടാവും, ദേഷ്യപ്പെടുന്നുണ്ടാവും, ഒരു കാരണമില്ലാതെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിനൊക്കെ ഈ കാരണങ്ങളൊക്കെ ഇതിന് ഫലമായിട്ട് വരും. നമ്മളിവിടെ ശ്രദ്ധിക്കാത്ത വിഷയങ്ങളൊക്കെ സ്ത്രീകളുടെ ഭാഷ പഠിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. സ്ത്രീകളുടെ ഭാഷ ചിലപ്പോ വേണ്ടാന്ന് പറഞ്ഞത് വേണമെന്നാവും അർത്ഥം. ചിലപ്പോ പിന്നെ പറയുന്നതിന്റെ നേരെ എതിരായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഫലം ചിലപ്പോ ഒരു ആവശ്യമില്ലാതെ നമ്മൾ തെറ്റലായിരിക്കും, അല്ലെങ്കിൽ കിടപ്പറയിൽ നമുക്ക് ആവശ്യമുള്ളപ്പോ അവര് സമ്മതിക്കാതിരിക്കലായിരിക്കും. ഇതൊന്നും നമുക്ക് മനസ്സിലാവൂല, നമുക്കതപ്പം മനസ്സിലാവൂല. അവരാഗ്രഹിക്കുന്ന പലതും അവർ തുറന്ന് പറയില്ല. അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഭാര്യമാർ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവരുടെ മേലെ ഒരു നന്ദി കാണിക്കല്, ഒരു ജസാക്കല്ലാഹു ഖൈറ, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട്, ആ രീതിയിൽ നല്ലൊരു ചെറിയ വാക്കോ നല്ലൊരു പുഞ്ചിരിയോ നൽകിക്കഴിഞ്ഞാൽ വല്ലാഹി നമ്മുടെ കുടുംബജീവിതത്തിൽ അതിന്റെ ഫലമുണ്ടാകും. വേറെ പല മേഖലയിലും അതിന്റെ സന്തോഷകരമായ അവസ്ഥ നമ്മളെ അനുസരിക്കുന്നതിലും നമ്മൾക്ക് കൂടുതൽ നന്മ ചെയ്യുന്നതിലും നമ്മളെ കൂടുതൽ സഹായിക്കുന്നതിലും എല്ലാം ഭാര്യ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോ 13ാമത്തെ വിഷയം കസ്റത്തുൽ ഖുസൂമതി മഅ സൗജതി. ഇത് മുൻപ് പറഞ്ഞ അതേ ഒരു വിഷയത്തിനോട് ബന്ധിപ്പിച്ചാണ് ഭാര്യയുമായി ധാരാളം വഴക്കിടുക എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വിഷയം തന്നെ, ആക്ഷേപം പരിഹസിക്കുക എന്നുള്ളതിന് അതേ ഒരു ആശയത്തിൽ വരുന്നതാണ് ധാരാളമായി വഴക്കിടുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ കൽബ് നല്ല സമാധാനപരമായ അവസ്ഥയിലല്ല എങ്കിൽ ജീവിതത്തിന്റെ ഒരു മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം, ആ കുടുംബത്തിൽ നമുക്ക് സമാധാനമില്ല എങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ജോലിയാവട്ടെ, ദീനാവട്ടെ, മറ്റു പല മേഖലകളിലും. ഭാര്യയുമായിട്ട് ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വെറുതെ വഴക്കിടുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അങ്ങനെ ചെയ്യുമ്പോ ഏറ്റവും വലിയൊരു ദോഷം എന്താ അറിയോ? നമ്മുടെ കൽബിൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളും ടെൻഷനും സമാധാനക്കേടും അത് നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യത്തിൽ നിന്നും അത് നമ്മളെ തടയുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ തടയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കാതെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമ്പോ അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും അത് പെട്ടെന്ന് തീർക്കാനും നമ്മൾ ശ്രമിക്കണം. അവർക്ക് അവരുടേതായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് നിങ്ങളോടുള്ള പോലെ നിങ്ങൾക്ക് അവരോടുമുണ്ട് കടമകളും ബാധ്യതകളും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങൾക്കോ ന്യായമായ ഒരു കാരണത്തിനും വഴക്കുണ്ടാക്കുന്ന ഒരു കാരണമില്ലാതെ വഴക്കുണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. അവർക്കുള്ള ബഹുമാനവും അവർക്കുള്ള ഒരു മാന്യതയും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മറ്റേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെ പറയുന്നില്ല. ഇനി 14ാമത്തെ വിഷയം, തൂലുൽ മുഖാതിഅതി വൽ ഹുജ്റാൻ ലിസ്സൗജതി ബിലാ ദാഇൻ. പ്രത്യേകമായൊരു കാരണമില്ലാതെ ഭാര്യയുമായി വളരെ ദൈർഘ്യമേറെ ഒരുപാട് കാലത്തേക്ക് ഒരു സ്നേഹബന്ധത്തിന്റെ വിച്ഛേദനവും അതുപോലെ അകൽച്ചയും വെക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ. ഈ വിഷയം പറയുമ്പോ
നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഭാര്യയോടൊപ്പം ഒരു മുറിയിൽ കിടന്നുറങ്ങാത്ത ആളുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരാണ്, വർഷങ്ങളായിട്ട് ഒരു കട്ടിലിന്മേൽ അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് കിടക്കാത്ത, വേറിട്ട് കിടക്കുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലായി, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഉണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വഴക്കുണ്ടാക്കുന്ന ആ വിഷയത്തിൽ ചില ആളുകൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ, ചില ആളുകൾ അത് നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ അവസാനിച്ച് ആ പ്രശ്നങ്ങൾ തീരും. ചില ആളുകൾ അത് മനസ്സിൽ വെച്ച് ഒരുപാട് കാലത്തേക്ക് ഭാര്യയോട് മിണ്ടാതിരിക്കുന്ന അവസ്ഥ, ഭാര്യയുടെ അകറ്റി നിർത്തുന്ന അവസ്ഥ, സ്നേഹവും അതുപോലെ കാരുണ്യവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്ന, തടയപ്പെടുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അതിനുള്ള പരിഹാരമല്ല. നമ്മൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ച് അതവിടെ പൂർത്തീകരിച്ച് വെക്കേണ്ടതാണ്. അല്ലാതെ ഈ വിഷയങ്ങൾക്കൊക്കെ ഭർത്താവ് ഭാര്യനെ അകറ്റി നിർത്തുന്ന, ഭർത്താവിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ ഭർത്താവ് സ്വയം മാറിപ്പോകുന്ന അവസ്ഥ, അത് വളരെയധികം കുടുംബജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. എന്തെങ്കിലും നമ്മൾ വഴക്കിടുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മാന്യമായ രീതിയിൽ, നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ മാന്യത വളരെ അനിവാര്യമാണ് ഒരു മുഅ്മിനിന് അവന്റെ കുടുംബജീവിതത്തിൽ മാന്യത വളരെ അനിവാര്യമാണ്. ഒരു കാരണവുമില്ലാതെ ഈ അകറ്റി നിർത്തൽ വളരെ അധികം മോശവുമാണ്. അതുപോലെ തന്നെ അത് ഭാര്യയിൽ ഉണ്ടാക്കുന്ന അപകടം വലുതാണ്. ചിലപ്പോൾ ശൈത്താൻ ആ ഭർത്താവിനെ പ്രേരിപ്പിക്കും, ത്വലാഖ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഷയത്തുമ്മ കേറിയിട്ട് അങ്ങോട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി സഹോദരങ്ങളെ, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വഴക്കിട്ടിട്ട് ഒരു ഹജർ ചെയ്യുകയാണെങ്കിൽ, അകറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല പറഞ്ഞത് വഹ്ജുറൂന്ന മിൻ വലാജി, അവരിങ്ങൾക്ക് കിടപ്പറയിൽ അകറ്റി നിർത്താം, അവർ പറഞ്ഞ അനുസരിക്കുന്നില്ലെങ്കിൽ ചില വിഷയത്തിൽ മാന്യമായ രീതിയിൽ. ഇനി അത് ചെയ്യുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും ആവശ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീടിനകത്ത് വെച്ച് മാത്രമായിരിക്കണം. നമ്മുടെ മക്കൾ കാണരുത്, അത് മക്കളുടെ മുമ്പിൽ വെച്ചാവരുത്. മക്കൾ ഭാര്യയും ഭർത്താവും പരസ്പരം, ഒരു ഉമ്മയും ഉപ്പയും വഴക്കുണ്ടാക്കുന്നത് കണ്ടു വളരുന്ന മക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ആ മക്കൾക്ക് എന്താണ് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവർ രക്ഷപ്പെടും. അതല്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ ആവാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആവാതിരിക്കുക. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകൾ, പുറത്തുള്ള ആളുകൾ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആവാതിരിക്കുക. അങ്ങനെയൊന്നും ആവാതെ മാന്യമായ രീതിയിൽ അകറ്റി നിർത്തുക. പക്ഷെ നമ്മുടെ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കുറെ ആളുകൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിൽ ചില ഭാര്യമാരെ അവർ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തിരിഞ്ഞു നോക്കാതെ അവരുടെ അകറ്റിരുന്ന അവസ്ഥ ചില ഭാര്യമാരെടുത്ത്. ഇത് ചില ഭാര്യമാരിലേക്ക് മൊത്തം മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹു തആല പറഞ്ഞു, ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറൂഹാ കൽ മുഅല്ലഖ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരാളിലേക്ക് ചെരിഞ്ഞു പോണ അവസ്ഥ ഉണ്ടാവരുത്, എന്നിട്ട് മറ്റേ ഭാര്യനെ കെട്ടിയിട്ട അവസ്ഥ. അതായത് ഇന്ന് കാലത്ത് നമ്മുടെ ആളുകള്, ഒരുപാട് യുവാക്കളും മറ്റുള്ളവരൊക്കെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ ഭാര്യയുടെ വിട്ടുകൊണ്ടേക്കും, അവരെ അകറ്റി നിർത്തും, അവരായിട്ടൊരു ബന്ധമില്ലാതേക്കും. എന്നാ ആ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം അതുണ്ടാവൂല. എന്നാ അവരെ നല്ല രീതിയിൽ മാന്യമായി ഒഴിവാക്കാനുള്ള ശ്രമം അതും ഉണ്ടാവൂല. അവർക്ക് വേറെ വിവാഹം കഴിച്ച് വേറെ നല്ല രീതിയിൽ ജീവിക്കാൻ ത്വലാഖ് ചെയ്ത് അങ്ങനെയാക്കാം. ഇത് രണ്ടുമില്ലാതെ അകറ്റി നിർത്തി ഒരു സ്നേഹമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടാവൂല, അല്ലെങ്കിൽ അവകാശങ്ങളും കൊടുക്കൂല. ആ രീതിയിൽ അകറ്റി നിർത്തൽ, ഇത് ഭർത്താക്കന്മാർ വലിയ അപകടത്തിൽപ്പെട്ടതാണ്, വലിയ അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വഴക്കും പ്രശ്നവും ഉണ്ടായ സഹോദരങ്ങളെ, നമുക്കൊരു നല്ല അവസ്ഥ വരുമ്പോ, നമ്മുടെ മനസ്സൊന്ന് സമാധാനമടയുമ്പോ ഒരു ക്ഷമ പറഞ്ഞിട്ടോ അല്ലാതെയോ അത് അവിടെ തീർക്കുക. ശൈത്താന് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുത്. അതുണ്ടാക്കി കയറിക്കഴിഞ്ഞാൽ ശൈത്താൻ പിന്നെ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് എത്തിക്കും. 15ാമത്തെ വിഷയം, ഇത്വാലത്തുൽ മക്സി ഖാരിജൽ മൻസിൽ വഖില്ലത്തുൽ ജുലൂസി മഅൽ അഹ്ൽ. കുടുംബത്തിന് പുറത്ത്, അതായത് ഭാര്യയോടൊപ്പം വളരെ കുറച്ചു നേരം കുടുംബത്തിൽ ചെലവഴിക്കുകയും കുടുംബത്തിന് പുറത്ത് ധാരാളമായി ഒരുപാട് സമയം ചെലവഴിക്കുകയും ഒരുപാട് കാര്യം അങ്ങനെ ചെലവഴിക്കുന്ന അവസ്ഥ. ചില ആളുകൾ നമുക്ക് കാണാം, ചില ഭർത്താക്കന്മാർ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത് വളരെ കുറച്ചായിരിക്കും, വളരെ കുറച്ച് വീട്ടിൽ ഭാര്യയോടൊപ്പം ചെലവഴിക്കുകയുള്ളൂ. എന്നാൽ പുറത്ത് സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് ധാരാളം സമയം പുറത്ത് ചെലവഴിക്കുന്ന അവസ്ഥ. അതിൽ ചില ആളുകൾ മനസ്സിലാക്കുന്നത് അവര് സമ്പാദിക്കുകയായിരിക്കും,
ജോലി സമ്പാദിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അവര് പകല് പോയി കഴിഞ്ഞാൽ രാത്രി വളരെ നേരം വൈകിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നാൽ തന്നെ വളരെ ദുർബലനായിട്ടും ക്ഷീണിതനായിട്ടും നേരെ കിടപ്പറയിലേക്ക് കിടക്കുന്ന, ആകെ ഒരു ക്ഷീണിച്ച് നേരെ കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കാനോ അവരോട് സമയം കൊടുക്കാനോ ഉള്ള അവസ്ഥ ഉണ്ടാവൂല. ചില ആളുകൾ അവര് പുറത്തേക്ക് പോയി അവരുടെ കൂട്ടുകാരോടൊപ്പം അവരുടെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോവാനും സമയം ചെലവഴിക്കാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കെടുക്കാനും പോയിട്ട് രാത്രി വളരെ വൈകി വീട്ടിലേക്ക് വരുന്ന അവസ്ഥ. ഇങ്ങനെ പല രീതിയിൽ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ അവർ ഭർത്താവിനെ കാത്ത് അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിൽ നിൽക്കുകയായിരിക്കും. എന്നാൽ ഭർത്താവ് എന്തെങ്കിലും ആവശ്യത്തിന് ദൂരെ പോയിട്ട് തിരിച്ച് വരുന്ന ആ സമയത്ത് ഭർത്താവ് കൂടുതൽ നേരം വൈകി വരികയും ഒരു ഭാര്യയെ ഒരു ശ്രദ്ധയുമില്ലാതെ തന്റെ യാത്രാക്ഷീണവും മറ്റുമായിട്ട് നേരെ കിടപ്പറയിലേക്ക് കിടക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഭാര്യമാർക്ക് നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നമ്മുടെ ഭാര്യമാർക്ക് നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ പുറത്ത് ചെലവഴിക്കുന്ന സമയം ഒരുപാട് കുറവുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിൽ ഭാര്യയുടെ ഒപ്പം ചെലവഴിക്കുന്നുണ്ടാവും, എന്നാൽ കയ്യിൽ മൊബൈലും പിടിച്ചിട്ടായിരിക്കും. ഭാര്യടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാല് അവർ അതേസമയം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരേ സമയത്തായിരിക്കും. എന്നാ ആ ഭാര്യയുടെ ഒപ്പാണോ? അതെ, ഭാര്യമാരുടെ വിഷയം വേറെ വരുന്നുണ്ട്. ഇത് ഈ ഒരു അവസ്ഥ. സഹോദരങ്ങൾ, ഭാര്യമാർക്ക് സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയമാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ ഈ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചു നേരം മാറ്റി നിർത്തി ആ ഭാര്യമാരടുത്തൊരു ദിവസത്തിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച അവർക്ക് വലിയ സമാധാനമുണ്ട്. അവർക്ക് വേറൊരാളടുത്തും പറയാൻ പറ്റൂല. അവരുടെ വിഷമങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥകളും വേറൊരാളുടെ അടുത്ത് അവർക്ക് പറയാൻ പറ്റൂല. ചില ആളുകൾ ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറയാണ്, ദിവസവും ആളുകളെ വിരുന്നുകാരായി വിളിച്ച് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരോടൊപ്പം കൂടുതൽ രാത്രി ചെലവഴിച്ച് പോവും. എന്നിട്ട് ഭാര്യയെ ആ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയത് രീതിക്ക് ഒരു നന്ദിയോ ഒരു ചിരിയോ ഇല്ലാതെ ഭർത്താവ് വന്ന് കിടന്നുറങ്ങുന്ന അവസ്ഥ. അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം വലിയ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഷെയ്ഖ് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഭാര്യയോടൊപ്പം കുടുംബത്തിലൊരു സന്തോഷമില്ലാതെ വേറെ എവിടെ സന്തോഷം ഉണ്ടായിട്ടെന്ത് കാര്യം? കുടുംബത്തിലെ വിഷമത്തിനേക്കാൾ വലിയ വിഷമം എന്താ ഉള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭാര്യമാർക്ക് ഒരു സമയം നമ്മൾ കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഒരു സമയം അവരത് പ്രതീക്ഷിച്ചിരിക്കാൻ. നാം പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ മൊബൈലും കയ്യിൽ പിടിച്ചിട്ടുള്ള സമയമല്ല നാം പറയാം. അവരുടെ ഒപ്പം ഉണ്ടാവണം എന്നല്ല, അവര് പറയുന്നത് കേൾക്കാനോ അവർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും. പക്ഷെ ഒരു വിലയില്ലാത്ത കാര്യം, ചിലപ്പോ ഒരു കഥയില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊന്ന് കേൾക്കാൻ നമ്മൾ ഇരുന്നു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ചില ആളുകൾ അവര് ദഅ്വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതായിരിക്കും, തൊലബുൽ ഇൽമായിരിക്കും, ഇൽമ നേടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ രചിക്കുന്നവരായിരിക്കും. അങ്ങനെ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും അതിന്റെ തിരക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അതിന്റെ തിരക്കപ്പെടുന്ന ആളുകളും ഭാര്യമാരുമായിട്ടുള്ള ഹക്കും അവർക്ക് ദീനിയായിട്ടുള്ള ഹക്കും അത് തമ്മിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, നല്ല രീതിയിൽ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ അവർ പഠിക്കണം എന്നുള്ളതാണ് വിഷയം. അത് നല്ലത്. അത് ഇവർ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും, പല ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ. പക്ഷേ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നാം പറയുന്നത്, ഷെയ്ഖ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്നാമത് അൻ തുഅതിയ സൗജതക ഫുർസതൻ ലിമുശാരികതിക ഫീ ബഅദി അഅമാലിക. ഈ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ ചെലവഴിക്കുന്ന അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ ചെറുതോ ആവട്ടെ ഭാര്യയ്ക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ അതായത് ഈ ദഅ്വാ രംഗത്തും ഈ തൊലബുൽ ഇൽമിലും അതുപോലെയുള്ള ആളുകൾ ഭാര്യയെ കുറച്ചു നേരത്തിന് സഹായത്തിന് വിളിക്കുക. അതായത് ഒന്നൊപ്പം എന്തെങ്കിലും അവർ നമ്മളൊപ്പം ചെയ്യുമ്പോൾ, നമ്മുടെ ജോലിയോടൊപ്പം ചേരുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അവർക്കൊരു പ്രത്യേകമായിട്ട് എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷയം ഉണ്ടാവും. അത് ശ്രദ്ധിക്കാൻ നോക്കുക. രണ്ടാമത്തേത് ഈ ഭർത്താവ് ചെയ്യുന്ന ഈ നന്മകൾ അതിന്റെ മേലെ അവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർ ക്ഷമിക്കുന്നതിന്റെയും അവർക്കുണ്ടാവുന്ന പ്രതിഫലത്തിന്റെയും പ്രതീക്ഷിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഇൽമു നേടുന്ന അതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അൽ ഇഷാദത്ത് ബിസ്സൗജ, ഭാര്യയെ പ്രത്യേകം പ്രശംസിക്കുക.
അവർ ചെയ്യുന്ന ഈ സഹിക്കുന്ന ക്ഷമക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും അവരൊന്ന് പ്രത്യേകിച്ച് അഭിനന്ദിക്കുക. അതുപോലെ അടുത്തത് അൽ-ഇഅ്തിസാറു ഇലൈഹ ഇദാ കസുറ തഖ്സീർ ഫി ഹഖ്ഖിഹാ. ഇനി അവരുടെ ഹക്കിൽ നമുക്ക് കുറവ് വന്നു, അവരോട് ചെയ്യേണ്ട കടമകളിൽ നമ്മുടെ ഒരു വലിയ കുറവ് വന്നു കഴിഞ്ഞാൽ അവരോട് അതിനുള്ള ഉദ്ർ പറയാ, അതിനുള്ള എന്തെങ്കിലും കാര്യം പറയാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമുക്ക് എന്തെങ്കിലും ഭാര്യമാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് പോയാൽ അത് മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്താ അറിയോ? വല്ല സമ്മാനമായി കൊടുക്കാന്നുള്ളത്, ഹദിയകൾ കൊടുക്കാന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കും, നിങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടാവും, ഭാര്യമാർക്ക് നമുക്ക് എന്തെങ്കിലും ഭാര്യമാരോട് നമ്മൾ മോശപ്പെട്ട് പെരുമാറി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഉദ്ർ പറയണം എന്നുണ്ടെങ്കിൽ സമ്മാനം എന്ന് പറഞ്ഞ വലിയ സ്വർണ്ണമാല ആവണമെന്നൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിലും അവർ പ്രതീക്ഷിക്കാതെ നമ്മളത് കൊടുത്താൽ അവർക്ക് വലിയ തൃപ്തിയും വലിയ സന്തോഷവും വിഷയത്തിലുണ്ടാവും. അതുപോലെ മറ്റു ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇആനതുഹാ അലാ ബഅലിൽ അഅമാൽ, അവരുടെ ജോലികളിൽ ചിലതിൽ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. പല ഭർത്താക്കന്മാർക്കും ഈ ഒരു വിഷയം ശ്രദ്ധിക്കാനേ പറ്റൂല. ഭാര്യമാരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ സഹായിച്ചിരുന്നല്ലോ എന്നുള്ളത് ചോദിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ അസ്വദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫിൽ ബൈത്ത്, റസൂലുള്ള വീട്ടിൽ എന്താ ചെയ്യാറുണ്ടായിരുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഫീ മിഹ്നതി അഹ്ലിഹി ഫഇദാ സമിഅ അൽ ആദാന ഖറജ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ജോലികൾ ഞങ്ങൾ സഹായിക്കുമായിരുന്നു, ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. ചില ഹദീസുകളിൽ സ്വന്തം വസ്ത്രം കഴുകും, വീട്ട് വൃത്തിയാക്കുന്നതിൽ മറ്റു പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമായിരുന്നു. ബാങ്ക് കൊടുത്തിന് കേട്ടാൽ റസൂലുള്ളാഹി മസ്ജിദിലേക്ക് പോകും. പ്രത്യേകിച്ച് എപ്പോഴും ഇല്ലെങ്കിലും അവർക്ക് ജോലിഭാരം കൂടുന്ന സമയത്ത് സഹോദരങ്ങളെ അവരെ ഒന്ന് സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. എത്രയോ ഭാര്യമാർക്കുള്ള പരാതി എന്താ അറിയോ? ചില ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭാര്യമാർക്കുള്ളത്, ഭാര്യമാര് കുട്ടികളെയും വീട്ടിലെ ജോലിയും എല്ലാം ചെയ്യുമ്പോഴും ഭർത്താവ് അവിടെ ഫോണില് മൊബൈലില് ഫേസ്ബുക്ക് വാട്സപ്പ് ഇതുമ്പോ തന്നെ ആയിരിക്കും. ഭർത്താവ് അറിയില്ല, ചിലപ്പോ ഒരു പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കാവും. ഒക്കെ ശരിയാണ്, പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരൊന്ന് സഹായിക്കും. നമ്മളൊന്നും പണിയെടുക്കണ്ട, അവരോടൊപ്പം ഒന്ന് പോയി നിന്നാ മതി. പണിയെടുക്കാൻ നമുക്ക് പണിയെടുക്കണ്ടെന്നല്ല, എന്തെങ്കിലും സഹായിക്കാൻ നമുക്ക് വയ്യെങ്കിൽ അവരോടൊപ്പം ഒന്ന് പോയി നിൽക്കുക. അത് തന്നെ അവർക്ക് പ്രത്യേകം ഒരു ധൈര്യവും ഒരു സമാധാനവും ഉണ്ടാക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചാണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം ഇങ്ങനെ ഓരോന്നായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല ഇവളെന്തെങ്ങനെ പെരുമാറുന്നത്, ഇവള് സ്വഭാവം എന്തെങ്ങനെയാവണത്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ സ്വഭാവം മാറുന്നത്. അതുകൊണ്ട് സഹോദരൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ വലുതല്ല. ഭാര്യയെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു മോശത്തരോ അല്ലെങ്കിൽ ഒരു താഴ്ന്നു കൊടുക്കലോ ഒന്നുമല്ല. നമുക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് കൂടുതൽ തിരക്കാവുമ്പോ പ്രത്യേകിച്ച്. ഇനി ചില ആളുകൾ അവർക്കൊരു ഉന്നതമായ സ്ഥാനം ഉണ്ടാവും ചിലപ്പോ, അതായത് മതപരമായിട്ടോ അല്ലെങ്കിൽ സമൂഹപരമായിട്ടോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തിലുള്ള ഒരു പ്രത്യേക ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് കൂടുതൽ സമയം, ചിലപ്പോൾ സാമൂഹ്യ സേവനം അല്ലെങ്കിൽ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് കൂടുതൽ സമയം അതിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ആ വിഷയത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയ്ക്ക് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗാംഭീര്യവും അതുപോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അതിനെ സഹായിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഷേഖ് ഭാര്യയെ പറ്റി പറയുന്ന മനോഹരമായ ചില വാക്കുകളുണ്ട്. അതായത് ഒരു സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടത് ഒരു ഭർത്താവിന് ക്ഷമ കൊണ്ടും ഈമാൻ കൊണ്ടും അതുപോലെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും പുരുഷനെ ശക്തിപ്പെടുത്താനുള്ള കഴിവ് സ്ത്രീ കൊടുത്തിട്ടുണ്ട്. ശരിക്കും സ്ത്രീകളോട് പറയേണ്ടതാണ്, ഇവിടെ പറയാണ്. എന്നിട്ട് പറയാണ്, വലൻ തകൂനൽ മർഅതു ഫിൽ ഹയാതി അഅലമ മിനർ റജുലി ഇല്ലാ ബിശൈഇൻ വാഹിദിൻ. അതായത് ഒരു പെണ്ണ് ഭർത്താവിനേക്കാൾ, ഒരു സ്ത്രീ ഭർത്താവിനേക്കാൾ ഉന്നതയിലെത്തൂല ഒരു കാര്യത്തിലൊഴികെ. ഹുവ സിഫാതുഹാ അല്ലതി തജ്അലു റജുലഹാ അഅലമു മിൻഹാ. അത് അവളുടെ ഒരു വിശേഷണമാണ്. അതായത് സ്ത്രീകൾക്ക് എല്ലാത്തിലും പുരുഷന്മാർക്കാണ് എല്ലാ വിഷയത്തിലും സ്ഥാനം കൂടുതൽ. എന്നാൽ ഒരു വിഷയത്തിലൊഴികെ, ആ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവ സിഫാതുഹാ, ഹിയ സിഫാതു, അവളുടെ സിഫത്താണ്, അവളുടെ
ഒരു വിശേഷണമാണ്. അല്ലതി തജ്അലു, അത് അവളാക്കും റജുലഹ, അവളുടെ പുരുഷനെ അഅലമു മിൻഹ, അത് അവളുടെ പുരുഷനെ അവളേക്കാൾ ഉന്നതമാക്കി നിലനിർത്തുന്ന ആ സിഫത്ത് ഭാര്യയുടെ, അതാണ് ഭാര്യയ്ക്ക് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്നുള്ള നിലക്ക് ഭാര്യമാരോട് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ ഭാര്യമാർക്ക് കുറച്ച് സമയം കൊടുക്കുന്നതിൽ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടതുണ്ട്. എത്ര വലിയ തിരക്കാണെങ്കിലും സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് യുവാക്കളോടൊക്കെ പറയാണ്, ഇന്ന് കാലത്ത് ഏറ്റവും അധികം വളർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങളാണ്. പലപ്പോഴും കോളേജുകളിലും പഠിച്ചു കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് കടന്ന ആളുകൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഭർത്താവ് അവർ വിചാരിച്ച പോലെ അല്ല എങ്കിൽ, നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നില്ല എങ്കിൽ, സ്വാഭാവികമായിട്ട് ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്വാസിൽ അവർക്ക് സംസാരിക്കാനും തൃപ്തി നേടാനുള്ള അവസരം അവർ നോക്കും. ശൈത്താൻ അവരെ കൊണ്ട് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമ്മളൊരു ശ്രദ്ധയില്ലാതെ വിട്ടുപോയിട്ട് നമ്മുടെ ഭാര്യ അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയാൽ നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ വലിയൊരു കാരണം. നമ്മളൊരു പരിഗണനയും ഒരു സംസാരത്തിനൊരു ഒരു അവസരവും ഒന്നും കൊടുക്കാതെ ഭാര്യ വേറെ ആരെങ്കിലും ഒരു പുരുഷൻ വിചാരിച്ചാല്, ഒരു പുരുഷൻ ഇന്ന സ്ത്രീയെ അങ്ങോട്ട് തെറ്റിക്കണം വിചാരിച്ച് ഇറങ്ങിയാല് ആ സ്ത്രീക്ക് അത്ര ദീനീബോധമില്ലെങ്കിൽ ആ പുരുഷനെ കൊണ്ട് കഴിയുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴുമല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോ, അല്ലെങ്കിൽ കുറച്ച് രാത്രി ഒരു സമയം, അല്ലെങ്കിൽ ഒരു സമയത്ത് അവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ കണ്ടെത്തണം. നമ്മൾ വീട്ടിലെത്തിയ 24 മണിക്കൂർ, ഇന്ന് അധികം ആൾക്കാർക്കുള്ള സ്ത്രീകൾക്കുള്ള പരാതി, ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ മുഴുകിക്കിടക്കുക. ചില ഭർത്താക്കന്മാര് ഗെയിം കളിച്ചിരിക്കുക, ഭാര്യയൊന്നും പരിഗണിക്കാൻ പോലും അവർക്ക് സമയമില്ല. ചില ഭാര്യമാരും അങ്ങനെയുണ്ട്, വേറെ വിഷയം, തീരെ സമയമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ ഈ വിഷയങ്ങൾ പ്രത്യേകം ജീവിതത്തിൽ ഇപ്പൊ 15 പറഞ്ഞു, ഈ ഭർത്താക്കന്മാരിൽ ഒരു 15 കൂടി വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ കുറെ ആളുകൾക്ക് ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്താ പറയാത്തത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതും അല്ലാഹു തആല തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകം ഉപദേശിക്കുന്നത് ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തുക. കാരണം നമ്മുടെ മനസ്സ് ഏറ്റവും സ്വസ്ഥമായിരിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ദീനീ രംഗത്തും നമ്മുടെ ഇൽമിന്റെ രംഗത്തും ദഅവത്തിന്റെ രംഗത്തും സജീവമാകാൻ പറ്റുള്ളൂ. കുടുംബം ഏറ്റവും നല്ല രീതിയിലായാൽ അതിലും വലിയ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനുണ്ടാവില്ല. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും എല്ലാം ഇതുപോലെ നല്ല രീതിയിലായി നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.